സഞ്ജു സാംസൺ കുരിശ് വരച്ചപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻകൾക്ക് ഇഷ്ടപ്പെട്ടു, സംഘികൾ പൊക്കി അടിച്ചു. എന്താ സംഘികൾ ഇവിടെ പൊക്കി അടിച്ചാൽ ഒക്കത്തില്ലേ? സംഘികൾക്ക് ഇവിടെ പൊക്കി അടിച്ചുകൂടെ? എടാ, അവർക്ക് ഇഷ്ടപ്പെട്ടു, അവരുടെ രാജ്യത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഒരു കളിക്കാരൻ നിർണായക ഘട്ടത്തിൽ നല്ലവണ്ണം കളിച്ചു, അതുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിന് നിനക്കെന്താ പ്രശ്നം? നിനക്ക് ക്രിക്കറ്റിനെ പുച്ഛമാണ് എന്നുണ്ടെങ്കിൽ നീ ഇന്ത്യ ജയിച്ച വേൾഡ് കപ്പുകളൊന്നും നീ കണ്ടിട്ടില്ല. സ്വന്തം വീട്ടിൽ TV ഇല്ലാത്തതുകൊണ്ട് മറ്റു വീട്ടിൽ ചെന്നിരുന്ന അവരുടെ ആട്ടും തുപ്പും കേട്ട് നീ ക്രിക്കറ്റ് കണ്ടിട്ടില്ല. നിന്റെ കൊച്ചുനാളിൽ നീ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടില്ല. നിനക്ക് കൂട്ടുകാരില്ല. നീ ഗ്രൗണ്ടിൽ ഇറങ്ങിയോ സ്കൂളിൽ ടീമിലോ കളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒത്തുചേർന്നിരുന്ന് ക്രിക്കറ്റിനെ പറ്റി സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിനക്ക് ക്രിക്കറ്റ് അറിയാത്തത്. ഇതെല്ലാം ചെയ്തിട്ടുള്ള 80s 90s ആൾക്കാർക്ക്, ഇങ്ങോട്ടുള്ള 2K ആൾക്കാർക്ക് പോലും ക്രിക്കറ്റ് എന്താണ്, ക്രിക്കറ്റ് വികാരം എന്താണ് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. നമസ്കാരം. നിങ്ങളെല്ലാം കണ്ട ഒരു വീഡിയോ ആയിരിക്കും സഞ്ജു സാംസൺ ആരാണ്, സഞ്ജു സാംസൺ ഏതവരാണ് എന്നൊക്കെ ചോദിച്ച് ചെകുത്താൻ, അജു എന്നാണ് പേര്, ചെകുത്താൻ എന്നാണ് ഫേസ്ബുക്കിലെ പേര്. ആ പുള്ളിക്കാരെ ഇട്ടേക്കുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട വീഡിയോ ആയിരിക്കും. ഒന്നും പറയണ്ട എന്ന് തന്നെയാണ് കരുതിയത്. ഒന്നും പറയണ്ട, കാരണം അതിന് റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തിനാണ് വെറുതെ, അത് റിയാക്ട് ചെയ്തിട്ടും കാര്യമില്ല, അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ എന്ന് പലതവണ പലകുറി തെളിയിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് ഒന്നും പറയണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ എന്നാലും ആ വീഡിയോ ഇങ്ങനെ പലതരത്തിലും പലരും കട്ട് ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ റിയാക്ട് ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ആ വീഡിയോ ഒന്ന് കാണാം. സഞ്ജു സാംസൺ ഇന്ത്യയെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ എന്താ ഇന്ത്യയുടെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് കുറെ പോസ്റ്റ് ഒക്കെ ഉണ്ട്. ആരാ ഈ സഞ്ജു സാംസൺ? ആരാണ് ഈ സഞ്ജു സാംസൺ എന്നാണ് ചെകുത്താൻ ചോദിക്കുന്നത്. അജു ചോദിക്കുന്നത് ആരാണ് സഞ്ജു സാംസൺ എന്നുള്ളതാണ്. ഇവിടെ സഞ്ജു സാംസൺ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു മലയാളി പയ്യനാണ്. ഒരു മലയാളിക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും വലിയ അംഗീകാരമാണ് ഇന്ത്യൻ ടീമിൽ ഇന്ത്യൻ ജേഴ്സി ഇട്ട് ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളത്. ആ ഒരു കാര്യം പുള്ളിയുടെ 19ാമത്തെ വയസ്സിൽ തന്നെ ഇന്ത്യൻ ജേഴ്സി ഇട്ടിട്ട് ഇന്ത്യൻ സീനിയർ ടീമിൽ എത്തിയ ഒരാളാണ് സഞ്ജു സാംസൺ. അതിനു മുൻപ് തന്നെ അണ്ടർ 19 ടീമിലും കേരള ടീമിലും ഇവിടുത്തെ പ്രീമിയർ ലീഗിലും ഒക്കെ കളിച്ച് ഇന്ത്യൻ ടീമിൽ എത്തിയ ഒരാളാണ് സഞ്ജു സാംസൺ. ആ പുള്ളിക്കാരന് വളരെ കുറച്ച് അവസരങ്ങളെ കിട്ടിയിട്ടുള്ളൂ. പലതവണ ടീമിൽ ഉൾപ്പെട്ടിട്ടും ബെഞ്ചിലിരിക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല എന്നുള്ളതും, പല പൊളിറ്റിക്സിന് വിധേയനായിട്ട് ബെഞ്ചിലിരിക്കേണ്ടി വന്ന സഞ്ജു സാംസൺ എപ്പോഴൊക്കെ ടീമിൽ വന്നിട്ടുണ്ടോ ആ ടീമിൽ ചാൻസ് കിട്ടിയിട്ടപ്പോൾ, കളിക്കാൻ ചാൻസ് കിട്ടിയ എല്ലാ ചാൻസുകളും പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് ഈ പറയുന്ന കണക്ക് ക്രിക്കറ്റാണ്, അതൊരു ഗെയിമാണ്, അതിനകത്ത് ഔട്ടാവും. അങ്ങനെയുള്ള ചില ചെറിയ സന്ദർഭങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും സഞ്ജു സാംസന് കിട്ടിയ എല്ലാ അവസരങ്ങളും സഞ്ജു സാംസൺ വളരെ മികച്ച രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സഞ്ജു സാംസൺ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മലയാളികൾക്ക് ഇച്ചിരി പൊള്ളും. കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ്, കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് ക്രിക്കറ്റ് താരങ്ങൾ മാത്രമേ ടീമിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇപ്പോഴും ഒരുപാട് കഴിവുള്ള ആളുകൾ പുറത്ത് നിൽപ്പുണ്ട്. ശ്രീശാന്തിനെ പോലെയുള്ള ആൾക്കാർ ഒക്കെ സഞ്ജു സാംസനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് സഞ്ജു സാംസൺ ഈ നിലയിൽ എത്തിയത്. അപ്പം സഞ്ജു സാംസൺ ഈ നിലയിൽ നിൽക്കുന്ന സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ച്, അതും ഒരു നിർണായക കളി, അതായത് സൂപ്പർ 8ലും സെമി ഫൈനലിലും ഇന്ത്യയെ ഈ പറയുന്ന ഫൈനൽ വരെ എത്തിക്കാൻ നിർണായക പങ്ക് വഹിച്ച ഒരാളെ ഒരു മലയാളി തന്നെ കളിയാക്കുമ്പോൾ അത് ചോദിക്കാതിരിക്കാൻ മലയാളിയായിട്ട് ജനിച്ച ഒരാൾക്കും പറ്റത്തില്ല. പിന്നെ സഞ്ജു സാംസൺ ആരാണ് എന്ന് നിനക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അജു ചെയ്യേണ്ടത്, നാട്ടിൽ ഏതെങ്കിലും ഒരു കൊച്ചു പയ്യൻ്റെ അടുത്ത്, 5 വയസ്സിൽ താഴെയുള്ള ഏതെങ്കിലും ഒരു പയ്യനോട് ചോദിച്ചാലും അവൻ പറയും സഞ്ജു സാംസൺ ആരാണ് എന്നുള്ളത്. നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവൻ പറഞ്ഞു തരും. എന്നിട്ട് നിനക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നീ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, സഞ്ജു സാംസൺ ആരാണ് എന്നുള്ളത് നിനക്ക് മനസ്സിലാവും. ഇത് നിനക്ക് സഞ്ജു സാംസൺ ആരാന്ന് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സഞ്ജു സാംസനെ നിനക്ക് മനസ്സിലാവാത്തതുകൊണ്ടോ ഒന്നുമല്ല. നിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇത് കേൾക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നതും, ഒന്നും ചീത്ത വിളിക്കുക. പിന്നെ ചീത്ത വിളിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമല്ല. നിന്റെ ഈ വീഡിയോയിലും നിനക്ക് മാന്യമായ ഭാഷയിൽ പറയാം. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പോലും ചീത്ത വിളിക്കാറില്ല. ചീത്ത വിളിക്കുന്ന അത്ര വലിയ കഴിവൊന്നുമല്ല ജു. ഒരാളെ ഇപ്പോൾ വലിയ ചീത്തകൾ വിളിക്കുക എന്ന് പറയുന്നത് വലിയ കഴിവുള്ള കാര്യമൊന്നുമല്ല. അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. മാന്യമായിട്ട് സംസാരിക്കാനാണ് പാട്. ചീത്ത വിളിക്കാൻ ആർക്കും പറ്റും. ചീത്ത വിളിച്ച് സംസാരിക്കാനും അധിക്ഷേപിച്ച് സംസാരിക്കാനും മോശം വാക്കുകൾ ഉപയോഗിക്കാനും ഒക്കെ ആർക്കും പറ്റും. മാന്യമായിട്ട് നീ 10 മിനിറ്റ് സംസാരിക്കും. അത് നിന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് നോക്ക്. ബാക്കി കേൾക്കാം. സഞ്ജു സാംസൺ ആണോ ഇന്ത്യയുടെ ദാരിദ്ര്യം മൊത്തം ഇല്ലാണ്ടാക്കിയതോ, നിർമ്മാർജ്ജനം ചെയ്തവനോ? സഞ്ജു സാംസൺ ഇന്ത്യയുടെ ദാരിദ്ര്യം മൊത്തം നിർമ്മാർജ്ജനം ചെയ്യേണ്ട കാര്യമില്ല. അതിനിവിടെ സർക്കാരുണ്ട്, സംസ്ഥാന സർക്കാരുകളുണ്ട്, കേന്ദ്ര സർക്കാരുകളുണ്ട്, അതിനിവിടെ ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, അവർ നോക്കിക്കോളും. സഞ്ജു സാംസൺ ഇന്ത്യയുടെ ദാരിദ്ര്യം മാറ്റേണ്ട കാര്യമൊന്നുമില്ല. സഞ്ജു സാംസൺ അറിയാവുന്ന പണി ക്രിക്കറ്റാണ്. അത് അയാൾ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഗംഗാജലം ചിലപ്പോ പ്യൂരിഫൈ ചെയ്ത് കാണും, അത് പൊല്യൂഷൻ ടോട്ടലി ഇല്ലാണ്ടാക്കി. ജനസംഖ്യ കുറച്ചോ? മുട്ടുകുത്തിന്ന് കുരിശ് വരച്ചു, അതാണോ?
ക്രിക്കറ്റ് കളിച്ചു. അപ്പൊ ഇവിടുത്തെ ക്രിസംഖ്യകൾക്ക് അത് ഇഷ്ടമായി. ക്രിസംഖ്യകൾക്ക് ഇഷ്ടമായ സംഖ്യകൾക്ക് ഇഷ്ടവും. ആണോ? അങ്ങനെയുള്ള ഇവരെല്ലാരും കൂടി പൊക്കിയടിക്കും. എനിക്കറിയാൻ പാടാറ്. അപ്പൊ ഇതിന്റെ കൂടെ ഇരുന്നൊരുത്തൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏതോ ഒരുത്തൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവന് പറഞ്ഞു കൊടുക്കുക ഏത് സഞ്ജു സാംസൺ മുട്ടുകുത്തി ഇന്ന് കുരിശു വരച്ചു എന്നുള്ളത്. അത് ഇവിടുത്തെ ക്രിസംഖ്യകൾക്ക് ഇഷ്ടപ്പെട്ടു. ആ ക്രിസംഖ്യകൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് സംഖ്യകൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും സഞ്ജു സാംസനെ പൊക്കി അടിക്കുന്നു എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. എടാ, സഞ്ജു സാംസൺ കുരിശ് മാത്രമല്ല വരച്ചത്. ആ ഇരുന്ന പോസ്റ്ററിൽ സഞ്ജു സാംസൺ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ബോധമുള്ളവർക്ക് മനസ്സിലാവും. സഞ്ജു സാംസൺ കുരിശ് വരച്ചത് മാത്രമേ നീ കണ്ടുള്ളൂ. അതിനു മുന്നേ സഞ്ജു സാംസൺ കാണിച്ച പോസ്റ്റർ ഒന്നും നിനക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നീ കാണേണ്ട കാര്യങ്ങൾ നീ കണ്ടു, നിനക്കതിന് ഇത് ചെയ്യാം. ഓക്കെ, സഞ്ജു സാംസൺ കുരിശ് വരച്ചപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യങ്കൾക്ക് ഇഷ്ടപ്പെട്ടു, സംഖ്യകൾ പൊക്കി അടിച്ചു. എന്താ സംഖ്യകൾ ഇവിടെ പൊക്കി അടിച്ചു നോക്കത്തില്ലേ? സംഖ്യകൾക്ക് ഇവിടെ പൊക്കി അടിച്ചുകൂടെ? എടാ, അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ രാജ്യത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഒരു കളിക്കാരൻ നിർണായക ഘട്ടത്തിൽ നല്ലവണ്ണം കളിച്ചു. അതുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിന് നിനക്കെന്താ പ്രശ്നം? നിനക്കെന്താണ് പ്രശ്നം? നിനക്ക് ഏത് രീതിയിലാണ് നിന്നെ അത് ബാധിക്കുന്നത്? ഏത് രീതിയിലാണ്? ഒരു രീതിയിൽ നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതിനകത്ത് നീ എന്തിനാണ് സഞ്ജു സാംസൺ കളിച്ചിട്ട് അയാളുടെ ഇഷ്ടത്തിന് അയാൾ കുരിശ് വരയ്ക്കുകയോ അയാൾ മുട്ടുകുത്തിക്കുകയോ നീ പറഞ്ഞ കണക്ക് കുനിഞ്ഞു നിൽക്കുമോ? അതെന്തോ ആയിക്കോട്ടെ, അത് അയാളുടെ ഇഷ്ടം. അത് അയാൾ കളിച്ചിട്ടല്ലേ അയാൾ ചെയ്യുന്നേ. അതിനകത്ത് നീ എന്തിനാണ് ഈ രാഷ്ട്രീയം കൊണ്ടുവരുന്നത്? എന്തിനാണ് സംഘികളെയും ക്രിസംഘികളെയും ഒക്കെ അതിനകത്ത് കൊണ്ടുവരുന്നത്? എന്തിനാണ്? അത് അവന്റെ ഇഷ്ടം. അവൻ കളിച്ചു, അവന്റെ സന്തോഷ പ്രകടനം അവൻ കാണിച്ചു. സഞ്ജു സാംസൺ ഇന്ത്യയുടെ രക്ഷകൻ. എന്ത് മയിലാണോ ഇതൊക്കെ? എന്തോ ക്രിക്കറ്റ് കളിച്ചപ്പോ സെമിഫൈനലിൽ കുറച്ച് റൺസ് അടിച്ചു. അതിന് രക്ഷകനോ? ആരുടെ രക്ഷകൻ? എടാ, ക്രിക്കറ്റ് എന്ന് പറയുന്ന സാധനം നീ ഈ പറയുന്ന അജുവും നിന്റെ അപ്പുറത്തിരുന്ന് ഈ മറ്റേ പറഞ്ഞു തരുന്നവനും ഒക്കെ കുറെ കാലം മുന്നേ വരെ കളിച്ചോണ്ടിരുന്ന കാര്യമാണ്. നീയൊക്കെ തന്നെ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, കുറെ കാലം മുന്നേ വരെ ക്രിക്കറ്റ് കളി കാണാൻ നിർത്തി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നീയും ഞാനും എല്ലാം കൊച്ചുനാള് തൊട്ട് ഈ വലിയ സ്റ്റെമ്പും പരിപാടിയൊന്നും ഇല്ലെങ്കിലും 2-3 കമ്പ് കുത്തി വെച്ച് ഓലമടൽ വെട്ടി ബാറ്റുണ്ടാക്കി മറ്റേ ഒട്ടുകറ എന്ന് പറയും, റബ്ബർ പാല് വെച്ച് ഒട്ടുകറയ്ക്കകത്തുള്ള ബോൾ ഉണ്ടാക്കി അത് സോക്സിനകത്തിട്ട് എറിഞ്ഞ് കളിച്ച് പഠിച്ചവരാണ് നീയും ഞാനും എല്ലാം. പക്ഷെ ഇപ്പം നീ വലിയ ആളായിരിക്കും, ചിലപ്പോൾ നിനക്ക് ക്രിക്കറ്റിനെ പുച്ഛമായിരിക്കും, ക്രിക്കറ്റ് കളിക്കുന്നവരെ പുച്ഛമായിരിക്കും. അതൊക്കെ നീ പറയുന്നു, ശരി, നിന്റെ ഇഷ്ടം, ഞാൻ സമ്മതിക്കുന്നു. ഒരാൾക്ക് ഒരു കാര്യം ഇഷ്ടപ്പെടാതിരിക്കാനും ഇഷ്ടപ്പെടാനും ഇഷ്ടമുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ നീ ക്രിക്കറ്റ് കളിച്ചിട്ടില്ലെന്നൊന്നും നീ പറയരുത്. നീ ക്രിക്കറ്റ് കളിച്ചിട്ടില്ലെന്നൊന്നും പറയരുത്. നീ കുവൈറ്റിൽ നീ ക്രിക്കറ്റ് കളിച്ചിട്ടില്ലേ? നീ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടില്ലേ? നിന്റെ കൂടെ അവിടെ നീ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാനൊന്നും പോയിട്ടില്ലേ? ഇല്ലെന്നൊന്നും നീ പറയരുത്. പിന്നെ എല്ലാവരും ക്രിക്കറ്റൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാർ മറ്റേ വലിയ ബുദ്ധിജീവികളാണെന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ക്രിക്കറ്റ് ഒന്നും കളിക്കാറില്ല, ക്രിക്കറ്റ് മണ്ടന്മാരുടെ കളിയാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് ഇതാവാറുണ്ട്. അപ്പൊ നീ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം പറ. പക്ഷെ നീ പറയാൻ പോകുന്ന ഗെയിം സ്പോർട്സ് ഐറ്റം അല്ലാത്തതുകൊണ്ട് നിനക്ക് അറിയത്തില്ലായിരിക്കും. നീ പറയാൻ പോകുന്ന കളി സ്പോർട്സ് ഐറ്റം അല്ലാത്തത് കൊണ്ടും ഒരു സ്പോർട്സ് ലിസ്റ്റിലും ഉൾപ്പെടുത്താത്തത് കൊണ്ട് നിനക്ക് പറയാൻ പറ്റത്തില്ലായിരിക്കും. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്, മറ്റുള്ള ആൾക്കാരും അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എത്രയോ രാജ്യങ്ങളിൽ കളിക്കുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. അപ്പൊ നീ ക്രിക്കറ്റ് കളിക്കുന്നവരെല്ലാം മണ്ടന്മാരാണെന്നും ഒക്കെ പറയുന്നത് അത്ര നല്ല പരിപാടിയല്ല. നീയും കളിച്ച് നടന്നിട്ടുള്ള കാര്യമാണേ. കൊച്ചുനാൾ നീ വലിയ ബുദ്ധിജീവി ആവുന്നതിന് മുമ്പേ നീയും കളിച്ചിട്ടുള്ള കളിയാണ് ക്രിക്കറ്റ്. നീയും ഞാനും എല്ലാം കളിച്ചിട്ടുള്ള കളിയാണ് ക്രിക്കറ്റ്. ഇട നിനക്ക് സഞ്ജു സാംസനെ അറിയാത്തത് നിന്റെ തെറ്റാണ്, വേറെ ആൾക്കാരുടെ തെറ്റല്ല. നിന്റെ കയ്യിൽ ഫോണൊക്കെ ഉണ്ടല്ലോ, ഇവിടെ വെറുതെ ഒന്നെങ്കിലും അടിച്ച് നോക്കുക. അല്ലെങ്കിൽ നീ നോക്കണം എന്തുകൊണ്ട് ഈ സഞ്ജു സാംസൺ ആരാണ്, ഈ സഞ്ജു സാംസന്റെ സ്റ്റാറ്റസ് ആൾക്കാർ ഇടുന്നത് എന്തിനാണ്, ഈ സഞ്ജു സാംസനെ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ പൊക്കി അടിക്കുന്നത്, നിന്റെ ഭാഷയെ പറഞ്ഞാൽ പൊക്കി അടിക്കുന്നത് എന്തിനാണെന്നൊക്കെ നീ ഒന്ന് നോക്കണം. നീ ഒന്ന് നോക്കിയിട്ട് വേണം അത് പറയാൻ. നീ നോക്കിയിട്ട് പറയണം സഞ്ജു സാംസനെ എന്ത് ചെയ്തു, എന്തുകൊണ്ടാണ്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പം ഹെൽപ്പ് ചെയ്തോണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോണ്ടായിരിക്കുമല്ലോ അയാളെ ഈ പറയുന്ന ആൾക്കാർ നീ പറയുന്ന കണക്ക് പൊക്കി അടിക്കുന്നത്. അപ്പൊ അത് നീ ആദ്യം നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. പിന്നെ എടാ, ഇന്ത്യയുടെ രക്ഷകനല്ല, ഇന്ത്യൻ ടീമിന്റെ രക്ഷകൻ തന്നെയായിരുന്നു സഞ്ജു. ഇന്ത്യൻ ടീമിന്റെ രക്ഷകനായിരുന്നു. അതുകൊണ്ടാണ് സഞ്ജുവിനെ ഈ പറയുന്ന ആൾക്കാരെല്ലാരും സ്റ്റാറ്റസ് ഇടുന്നത്. ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഇത്ര വലിയ ഇതായിരിക്കും, അല്ലാതെ ആർക്കും ഇത് ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കാൻ പറ്റുന്നത്? സഞ്ജുവിനെ കളിപ്പിക്കാൻ ഇപ്പൊ നീ ഇത് പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിക്കറ്റ് കാണുന്നവന്മാര് വെറും ഡാഷാന്നുള്ളത്. ആന്നടാ, ക്രിക്കറ്റ് കാണുന്നൊരു ഡാഷാണ്. നീയും ഞാനും ഒക്കെ കുറെ നാൾ കണ്ടോണ്ടിരുന്ന. പിന്നെ നിനക്ക് ക്രിക്കറ്റ് അറിയത്തില്ല, നിനക്ക് ക്രിക്കറ്റിനോട് പുച്ഛം എന്നൊക്കെ പറയുന്നത് നീ ചിലപ്പോൾ ഈ കൊച്ചുനാൾ തൊട്ട് ക്രിക്കറ്റ് കണ്ട് വളർന്ന ഒരാളായിരിക്കില്ല. നീ മറ്റേ അമുൽ ബേബി ആയിരിക്കും. നീ നിന്നെ വീട്ടിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കാൻ വിട്ടിട്ടുണ്ടാവില്ല, നീ ഫ്രണ്ട്സിന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ടാവില്ല, മത്സര കളികൾ പോലുള്ള കളികളൊന്നും കളിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നിനക്ക് ക്രിക്കറ്റിന് ഇത്ര പുച്ഛം, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ സഞ്ജു സാംസൺ ഇന്ത്യ കണ്ട, കേരളം കണ്ട, കേരളത്തിൽ നിന്നുള്ള ഏറ്റവും നല്ല ഒരു ക്രിക്കറ്ററാണ്, വേൾഡ് ക്ലാസ് ക്രിക്കറ്ററാണ്. അത് അയാളുടെ ഈ സെമിഫൈനൽ കളിയും അതിന് തൊട്ട് മുന്നേ ഉള്ള സൂപ്പർ 8 കളി കണ്ടാലും, പിന്നെ IPL എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നിനക്കറിയോ? IPL അല്ല, IPL, നിനക്കറിയാവുന്ന IPL ആയിരിക്കും. IPL എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് ഇതുണ്ട്, ഒരു പ്രീമിയർ ലീഗ് ഉണ്ട്. നീ അതൊന്ന് കണ്ടു നോക്കണം. അപ്പൊ അതിനകത്ത് അറിയാൻ പറ്റും സഞ്ജു സാംസൺ ആരാണ് എന്നുള്ളതും
അയാൾ അതുകൊണ്ട് ക്രിക്കറ്റ് കളിച്ച് എന്ത് നേടി എന്നുള്ളതും ഒക്കെ അതിൽ നിന്ന് മനസ്സിലാവും. പിന്നെ നിനക്ക് ക്രിക്കറ്റ് കളി ഇന്ത്യക്കാരാണ് ലോകത്ത് എല്ലായിടത്തും ക്രിക്കറ്റ് കളിക്കുന്നതെന്ന് പറയുന്നു, ഇന്ത്യക്കാർ മാത്രമേ ഇത് കളിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ലോക രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഇന്ത്യക്കാരെ പിടിച്ച് ആ ക്രിക്കറ്റ് ടീമിൽ ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരത്രയും കഴിവുള്ളവരായോണ്ടാ, അല്ലാതെ ആ നാട്ടിൽ ആളെ കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല. ആ നാട്ടിൽ ആളെ കിട്ടാത്തതുകൊണ്ടല്ല, ഇവിടെ നിന്നുള്ള ആൾക്കാർ അത്രയും കഴിവുള്ള ആൾക്കാരായതുകൊണ്ടാണ് അവരെ പിടിച്ച് കളിപ്പിക്കുന്നത്. അപ്പം നീ ഇങ്ങനെ അങ്ങ് ചൊറിഞ്ഞ് വെറുതെ നിനക്ക് കിട്ടി, നിനക്ക് ഈ പറയുന്ന ആൾക്കാരുടെ ചീത്തവിളിയും ഇതുമൊക്കെ നീ ഹരം കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് റിയാക്ട് ചെയ്യാഞ്ഞത്. പക്ഷേ സഞ്ജു സാംസൺ പോലെ ഒരു കളിക്കാരനെ നീ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ, മോശം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിനക്ക് മാന്യമായിട്ട് റിയാക്ട് ചെയ്യാമല്ലോ. മാന്യമായിട്ട് നിനക്ക് റിയാക്ട് ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, ചീത്ത വിളിക്കാനും മോശം വാക്കുകൾ ഉപയോഗിക്കാനും എല്ലാവർക്കും പറ്റും. ഒരു മോശം വാക്ക് പോലും പറയാതെ ക്രിട്ടിസൈസ് ചെയ്യാൻ, നിനക്ക് വിമർശിക്കാൻ ഇത്തിരി പാടായിരിക്കും. കാരണം നീ പഠിച്ചതേ നീ പാടത്തുള്ളൂ, നീ പഠിച്ചതേ നീ പാടും. ഇനിയെങ്കിലും സഞ്ജു സാംസൺ ആരാണ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നീ ഒരു 5 മിനിറ്റ് ഗൂഗിൾ ചെയ്താൽ മതി, സഞ്ജു സാംസൺ ആരാണെന്ന് നിനക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. നിനക്ക് ക്രിക്കറ്റിനെ പുച്ഛമാണ് എന്നുണ്ടെങ്കിൽ നീ ഇന്ത്യ ജയിച്ച വേൾഡ് കപ്പുകളൊന്നും നീ കണ്ടിട്ടില്ല. സ്വന്തം വീട്ടിൽ TV ഇല്ലാത്തതുകൊണ്ട് മറ്റു വീട്ടിൽ ചെന്നിരുന്ന അവരുടെ ആട്ടും തുപ്പും കേട്ട് നീ ക്രിക്കറ്റ് കണ്ടിട്ടില്ല. നിന്റെ കൊച്ചുനാളിൽ നീ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടില്ല. നിനക്ക് കൂട്ടുകാരില്ല. നിനക്ക് നീ ഗ്രൗണ്ടിൽ ഇറങ്ങിയോ സ്കൂളിൽ ടീമിലോ കളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒത്തുചേർന്നിരുന്ന് ക്രിക്കറ്റിനെ പറ്റി സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിനക്ക് ക്രിക്കറ്റ് അറിയാത്തത്. ഇതെല്ലാം ചെയ്തിട്ടുള്ള 80s 90s ആൾക്കാർക്ക്, ഇങ്ങോട്ടുള്ള 2K ആൾക്കാർക്ക് പോലും ക്രിക്കറ്റ് എന്താണ്, ക്രിക്കറ്റ് വികാരം എന്താണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് കയറി ചൊറിഞ്ഞാൽ നിനക്ക് കിട്ടുന്നത് എന്താണെന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ. വീണ്ടും ഞാൻ പറയുന്നു, മാന്യമായ ഭാഷയിൽ റിയാക്ട് ചെയ്യും, അതെല്ലാവരും എൻജോയ് ചെയ്യും. ഈ ചീത്ത വിളിക്കുന്നതൊന്നും അത്ര നല്ല കാര്യമല്ല.